Hello everyone. ഇന്ന് RRBJന്റെ ബിൽഡിംഗ് ഡ്രോയിങ് സെഷനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഈ ക്ലാസ് 1 നമ്മൾ ടോട്ടൽ സിലബസ് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ബിൽഡിംഗ് ഡ്രോയിങ്ങിൽ വരുന്ന ടോട്ടൽ സിലബസസ് വന്നിട്ട് കൺവെൻഷൻസിൽ ടൈപ്സ് ഓഫ് ലൈൻസ്, സിമ്പിൾസ്, പിന്നെ പ്ലാനിങ് ഓഫ് ബിൽഡിങ്സിൽ വന്നിട്ട് പ്രിൻസിപ്പൽസ് ഓഫ് പ്ലാനിങ് for residential and public buildings, rules and bylaws. അതായത് residential building or public building or construct ചെയ്യാൻ what are the planning requirements available അതിനനുസരിച്ച് വരുന്ന ഡിസ്കഷൻ ആയിരിക്കും ആ സെഷനിൽ വരുന്നത്. ദെൻ പ്ലാൻ എലിവേഷൻ സെഷൻ. നിങ്ങൾക്ക് അറിയാലോ, പ്ലാൻ വന്നിട്ട് ടോപ്പ് വ്യൂ ആണ്, എലിവേഷൻ ഫ്രണ്ട് വ്യൂ, സെഷൻ, ദെൻ സൈറ്റ് പ്ലാൻ, ലൊക്കേഷൻ പ്ലാൻ, വർക്കിംഗ് ഡ്രോയിങ്, അതൊക്കെ നമ്മൾ ഫർദർ ക്ലാസ്സസിൽ ഡിസ്കസ് ചെയ്യും. ഫൈനലി പെർസ്പെക്റ്റീവ് ഡ്രോയിങ്സ്. ഓക്കെ, സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കാണാം, ഇതാണ് ടോട്ടൽ സിലബസ്. നിങ്ങളുടെ ബിൽഡിംഗ് ഡ്രോയിങ്ങിൽ വരുന്ന ടോട്ടൽ സിലബസ് വന്നിട്ട് ഇതാണ്. ഓക്കെ, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടൈപ്സ് ഓഫ് ലൈൻസ് ആൻഡ് ടൈപ്സ് ഓഫ് സിമ്പിൾസ് ആണ്. ഓക്കെ, ഈ ഫസ്റ്റ് പാർട്ട് മാത്രമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ വാട്ട് ഈസ് മീൻ ബൈ ബിൽഡിംഗ് ഡ്രോയിങ്, വൈ ഇറ്റ് ഈസ് റിക്വയർഡ്. ഓക്കെ, ഇത് നമുക്ക് ജനറലി അറിഞ്ഞിട്ടുണ്ടാവും. ഓക്കെ, ഇൻ ജനറൽ ബിൽഡിംഗ് ഡ്രോയിങ്സ് ആർ യൂസ്ഡ് ടു depict the dimensions, with depth and layout of the actual building. Okay, ഒരു ആക്ച്വൽ ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യാൻ പോവുകയാണെങ്കിൽ ബിൽഡിംഗ് ഡ്രോയിങ് വെച്ചിട്ട് നമുക്ക് ഒരു ഐഡിയ കിട്ടും. അതിൽ പ്രോപ്പർ ഡൈമെൻഷൻസ് ഉണ്ടാവും. ഓക്കെ, ദെൻ ടോട്ടൽ ലേ ഔട്ട് ഉണ്ടാവും. എങ്ങനെയാ ആ ഒരു പ്രോജക്റ്റ് എങ്ങനെയാ പ്രൊസീഡ് ചെയ്യാൻ പോകുന്നത് പറഞ്ഞിട്ട് ഒരു പ്രോപ്പർ ഐഡിയ ആ ഒരു ലേ ഔട്ട് വെച്ചിട്ട് നമുക്ക് അറിയാൻ വരുമായിരിക്കും. സോ ദറ്റ് ഈസ് ദ മെയിൻ നെസസിറ്റി ഓഫ് ഡൂയിങ് ബിൽഡിംഗ് ഡ്രോയിങ്. ഓക്കെ, ദെൻ prior to beginning the construction. So ഇത് വന്നിട്ട് കൺസ്ട്രക്ഷൻ തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് വരുന്ന ഓപ്ഷൻസ് ആണ്. ഓക്കെ, മനസ്സിലായോ? സോ ഇൻ ജനറൽ ബിൽഡിംഗ് ഡ്രോയിങ്സ് ആർ യൂസ്ഡ് ടു ഡെപിക്ട് the dimensions, depth and layout of the actual building prior to beginning the construction. Okay, they typically include floor plans, elevation and section. As ഞാൻ പറഞ്ഞ പോലെയാണ് ടോപ്പ് വ്യൂ, ഫ്രണ്ട് വ്യൂ ആൻഡ് സെക്ഷൻസ് ഒക്കെ ഉണ്ടാവും. ഇത് നിങ്ങൾക്ക് അറിഞ്ഞ സംഭവങ്ങളാണ്. ഓക്കെ, ഇതാണ് ബിൽഡിംഗ് ഡ്രോയിങ്ങിന്റെ ഒരു ജനറൽ ഇൻട്രൊഡക്ഷൻ. ഓക്കെ, മനസ്സിലായല്ലോ? സോ ബിൽഡിംഗ് ലൈൻസ് പറഞ്ഞാൽ എന്താണ്? ബിൽഡിംഗ് ലൈൻസ് ആൻഡ് ഇറ്റ്സ് ടൈപ്സ്. ഓക്കെ, ബിൽഡിംഗ് ലൈൻസിൽ വന്നിട്ട് ഒരു 3 to 4 ടൈപ്സ് ഉണ്ട്. വെരി ഫസ്റ്റ് വൺ ഇസ് സെറ്റ് ബാക്ക് ഓർ ഫ്രണ്ട് ബിൽഡിംഗ് ലൈൻ. ഇതിനെ കുറിച്ച് എക്സാമ്പിൾസ് ഒക്കെ നമ്മൾ ഫർദർ സ്ലൈഡ്സിൽ കാണാം. ഓക്കെ, സോ വാട്ട് ഈസ് മീൻ ബൈ സെറ്റ് ബാക്ക് ലൈൻ? The line up to which the plinth of the building adjoining the street. Okay, ഒരു ബിൽഡിംഗിന്റെ പ്ലിന്ത് ലെവൽ ഉണ്ടാവില്ലേ, അത് വന്നിട്ട് സ്ട്രീറ്റിൽ അഡ്ജോയിനിങ് ആവില്ലേ, ആ ഒരു പോയിന്റ് ആണ് ബിൽഡിംഗ് ലൈൻ എന്ന് പറയുന്നത്. ഓക്കെ, ഓർ എൻ എക്സ്റ്റൻഷൻ ഓഫ് ദ സ്ട്രീറ്റ്. അതിലൊരു സ്ട്രീറ്റിൽ നിന്ന് വരുന്ന എക്സ്റ്റൻഷൻ അവിടെ ജോയിൻ ആവുന്ന ആ പ്ലിന്ത് ലൈൻ, അതാണ് സെറ്റ് ബാക്ക് ലൈൻ എന്ന് പറയുന്നത്. ഓർ ഓൺ ദ ഫ്യൂച്ചർ സ്ട്രീറ്റ് മേ ലോഫുള്ളി എക്സ്റ്റെൻഡഡ്. ഓക്കെ, ഒരു സ്ട്രീറ്റ് വന്നിട്ട് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യുവാണെങ്കിൽ, ഒരു സ്ട്രീറ്റ് ഉണ്ട്, ആ സ്ട്രീറ്റിൽ നിന്ന് നമ്മുടെ കൺസ്ട്രക്ഷൻ, റെസിഡൻഷ്യൽ ബിൽഡിംഗ് ആവട്ടെ, കമേഴ്ഷ്യൽ ബിൽഡിംഗ്, വാട്ട് എവർ, ആ സ്ട്രീറ്റിൽ നിന്ന് കുറച്ച് നമ്മൾ ഇത് ചെയ്ത് വെച്ചിട്ടുണ്ടാവില്ലേ, കുറച്ച് നമ്മൾ അവെയർ ആയിട്ടല്ലേ നമ്മൾ കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ടാവുക. ആ ഒരു പോർഷൻ മെൻഷൻ ചെയ്യുന്ന ആ ഒരു പർട്ടിക്കുലർ ലൈൻ, അതായത് പ്ലിന്ത് ലെവലും ആ സ്ട്രീറ്റും ജോയിൻ ചെയ്യുന്ന ആ ലൈനെയാണ് നമ്മൾ സെറ്റ് ബാക്ക് ലൈൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ തന്നെ നിങ്ങൾക്ക് അതിന്റെ യൂസ് മനസ്സിലായിട്ടുണ്ടാവും. നമ്മുടെ സ്ട്രീറ്റിലിരുന്ന് കുറച്ചുകൂടി എക്സ്റ്റെൻഡ് ചെയ്ത് വെക്കുന്ന ഒരു പ്രൊവിഷനെയാണ് നമ്മൾ ബിൽഡിംഗ് ഈ സെറ്റ് ബാക്ക് ലൈൻ വെച്ചിട്ട് നമ്മൾ മനസ്സിലാവേണ്ടത്. ഓക്കെ, so this line is laid parallel to the plot boundaries by the authority beyond which nothing can be constructed. മനസ്സിലായോ? സോ ആ ലൈൻ ഇപ്പുറത്ത്, അതായത് ഒരു സ്ട്രീറ്റ് ഉണ്ട്, ആ സ്ട്രീറ്റിലിരുന്ന് ബിൽഡിങ്ങിന്റെ ഇടയ്ക്ക് വേറെ ഒന്നും കൺസ്ട്രക്ട് ചെയ്യാൻ പാടില്ല. അതാണ് ആ ബിൽഡിംഗ് ലൈൻ വെച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, മനസ്സിലായി? ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഫോർ എക്സാമ്പിൾ, സ്ട്രീറ്റ്, ഇതാണ് സ്ട്രീറ്റ് എന്ന് വെക്കാം. ഓക്കെ, ഇവിടെ നിങ്ങളുടെ പ്ലോട്ട് ഉണ്ട്. ഓക്കെ, so you are planning to construct a building here. Okay, അപ്പോൾ ഈ ഒരു പോർഷൻ ഇതുവരെയാണ് പ്ലിന്ത് ലൈൻ വരുന്നത് വെച്ചോ. ഓക്കെ, this is the street. Here നിങ്ങളുടെ ബിൽഡിംഗ് വരുന്നുണ്ട്. അപ്പോൾ പ്ലിന്ത് ബീം ഈ സ്ട്രീറ്റിൽ മെർജ് ആവുന്ന ആ ഒരു ലൈൻ ഉണ്ടല്ലോ, ഇതായിരിക്കണം ബിൽഡിംഗ് ലൈൻ. So this is ബിൽഡിംഗ് ലൈൻ, സെറ്റ് ബാക്ക് ലൈൻ എന്ന് പറയും. ബിൽഡിംഗ് ലൈനിൽ വരുന്ന സെറ്റ് ബാക്ക് ലൈൻ. അപ്പോൾ ഈ ലൈനിന് ഇപ്പുറത്ത് ഈ പോർഷൻ ഉണ്ടല്ലോ, ഈ പോർഷൻസിൽ വേറെ ഒന്നും നമ്മൾ കൺസ്ട്രക്ട് ചെയ്യാൻ പാടില്ല.
സോ ഇതിന്റെ യൂസ് എന്തായിരിക്കും? ഇപ്പൊ സ്ട്രീറ്റ് കൺസ്ട്രക്ഷൻ, സ്ട്രീറ്റ് ഇവിടെ ഉണ്ട്, കുറച്ച് നമുക്ക് ഒരു സെറ്റ് ബാക്ക് പ്രൊവിഷൻസും ഇവിടെ കിട്ടും. ഓക്കെ, ഇൻ കേസ് ഫ്യൂച്ചറിൽ വന്നിട്ട് സ്ട്രീറ്റ് എക്സ്റ്റെൻഡ് ആവുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ പ്രൊവിഷൻസ് ഉണ്ടാവും. ഓക്കെ, സോ ഈ ലൈനിനെയാണ് നമ്മൾ സെറ്റ് ബാക്ക് ലൈൻ ഓർ ഫ്രണ്ട് ബിൽഡിംഗ് ലൈൻ എന്ന് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആയോ? സോ അതാണ് the line up to which the plinth of the building adjoining a street or an extension of a street or on the future street may be lawfully extended. Adana setback line. Okay, so this line is laid parallel to the plot boundaries by the authority beyond which nothing can be constructed. So ഈ ഒരു പോർഷനിൽ വേറെ ഒന്നും കൺസ്ട്രക്ട് ചെയ്യാൻ പാടില്ല. Okay, clear? And what is meant by general building line? Sometimes a line is fixed or line fixed ചെയ്തിട്ടുണ്ടാവും called general building line, and no building or its portion should project beyond this building line. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു ലൈനിന് ഇപ്പുറത്തെ ഒരു ലൈൻ വന്നിട്ട് നമ്മൾ ഫിക്സ് ചെയ്ത് വെക്കുവാണെങ്കിൽ സോ ഇതാണ് ജനറൽ ബിൽഡിംഗ് ലൈൻ. ഓക്കെ, ഇപ്പോൾ ഡ്രോയിങ്ങിൽ ഇങ്ങനെ ജനറൽ ബിൽഡിംഗ് ലൈൻ നിങ്ങൾ മെൻഷൻ ചെയ്തിട്ടുണ്ടെന്ന് വെക്കാം. GBL മനസ്സിലാവാൻ വേണ്ടി എഴുതുന്നതാണ്. ഓക്കെ, ഇതാണ് ജനറൽ ബിൽഡിംഗ് ലൈൻ. ഇവിടെ കൺസ്ട്രക്ഷൻ, ഇവിടെയൊക്കെ വന്നിട്ട് നമുക്ക് കൺസ്ട്രക്ഷൻസ് വരുന്നുണ്ട്. ഓക്കെ, കൺസ്ട്രക്ഷൻ ഇങ്ങനെയൊക്കെ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യുന്ന പോലെ കൺസ്ട്രക്ഷൻസ് വരുന്നുണ്ട്. ഓക്കെ, ആൻഡ് റോഡ് വന്നിട്ട് ദിസ് ഇസ് ദ റോഡ്. ഓക്കെ, റോഡ് ഇങ്ങനെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു പോർഷൻ നമ്മൾ എം ടി ആയിട്ട് വിട്ടിട്ടുണ്ടാവും. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. No building or its portion should project beyond this building line. ഈ ബിൽഡിംഗ് ലൈനിന് ഇപ്പുറത്ത് ഒന്നും നമ്മൾ കൺസ്ട്രക്ട് ചെയ്യാൻ പാടില്ല. ഓക്കെ, ഇവർ ഉദ്ദേശിക്കുന്ന ഈ ഒരു ലൈൻ വന്നിട്ട് ഇവിടേക്കുള്ളതാണ്. മനസ്സിലായോ? ഇത് സ്ട്രീറ്റ്, ഇതാണ് ബിൽഡിംഗ്. ഓക്കെ, ദിസ് ഇസ് യുവർ ബിൽഡിംഗ്. ഇതാണ് ബിൽഡിംഗ്. ഓക്കെ, മനസ്സിലായല്ലോ? സോ ബിൽഡിങ്ങിന്റെ ബിൽഡിങ്ങിന് ഇപ്പുറത്ത് ഈ ബിൽഡിംഗ് ലൈൻ മെൻഷൻ ചെയ്തിരിക്കുന്ന ആ സ്ഥലത്തിന് ഇപ്പുറത്ത് വേറെ ഒന്നും കൺസ്ട്രക്ട് ചെയ്യാൻ പാടില്ല. എപ്പോഴും കൺസ്ട്രക്ഷൻ ഒക്കെ കഴിഞ്ഞ ശേഷം ഫ്യൂച്ചറിൽ പോലും ഇവിടെ നമ്മളൊന്നും കൺസ്ട്രക്ട് ചെയ്യാൻ പാടില്ല. ഓക്കെ, അതൊരു പ്രൊവിഷൻ ആയിട്ട് നമ്മൾ വിടുന്നതാണ്. ഓക്കെ, അതൊരു സെറ്റ് ബാക്ക് ആയിട്ട് നമുക്ക് അതുകൊണ്ട് കുറെ അഡ്വാൻറ്റേജസ് ഉണ്ടാവാം. നമുക്ക് വന്നിട്ട് നോയ്സസ് കുറവായിരിക്കാം, അതായത് സ്ട്രീറ്റ് നോയ്സസ് റോഡ് നോയ്സസ് വന്നിട്ട് കുറവായിട്ട് നമുക്ക് ഉണ്ടാവും. പിന്നെ എന്തെങ്കിലും ഇപ്പോൾ പാർക്കിംഗ് റിലേറ്റഡ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അറ്റ് ദ സെയിം ടൈം ഇപ്പോൾ റോഡ് വന്നിട്ട് ഫ്യൂച്ചറിൽ എക്സ്റ്റെൻഡ് ആവുകയാണെങ്കിൽ അതും നമുക്ക് വന്നിട്ട് ബിൽഡിങ്ങിനെ അഫക്ട് ചെയ്യാത്ത രീതിയിൽ നമുക്ക് ഓരോ പ്രൊവിഷൻസ് വരുന്നത് കൊണ്ട് നമുക്ക് അത് ഒഴിവാക്കാൻ പറ്റും. ഓക്കെ, മനസ്സിലായല്ലോ? സോ ജനറൽ ബിൽഡിംഗ് ലൈൻ സംടൈംസ് a line is fixed called general building line, and no building or its portion should project beyond this building line. Okay, clear? And next is control line. സോ കൺട്രോൾ ലൈൻ എന്ന് പറയുന്നത് ഈ റെസിഡൻഷ്യൽ ബിൽഡിംഗിൽ കൺട്രോൾ ലൈനിന്റെ ആവശ്യം ഉണ്ടാവില്ല. പക്ഷെ ഒരു കമേഴ്ഷ്യൽ കൺസ്ട്രക്ഷൻ, ഒരു ബിഗ് കൺസ്ട്രക്ഷൻ ഒക്കെ ഉണ്ടെങ്കിൽ ഈ സെറ്റ് ബാക്ക് ലൈൻ മാത്രം നമുക്ക് വന്നിട്ട് വെച്ചിട്ട് വരുന്ന പോപ്പുലേഷനൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ നമുക്ക് കുറച്ചുകൂടെ ഈ സെറ്റ് ബാക്ക് പോർഷൻ വന്നിട്ട് കുറച്ചുകൂടെ എക്സ്റ്റെൻഡഡ് ആയിട്ട് ആവശ്യം ഉണ്ടാവും. ഓക്കെ, അതാണ് ഇവിടെ പറയാൻ വരുന്നത്. സോ സർട്ടൻ ബിൽഡിംഗ് സച്ച് ആസ് സിനിമാസ്, ബിസിനസ് സെന്റേഴ്സ്, ഫാക്ടറീസ് എക്സെട്ര, അതൊക്കെ വന്നിട്ട് ഒരു ബിഗ് കൺസ്ട്രക്ഷൻ അല്ലേ? So which attract large number of vehicles should be further set back a further distance. Okay, അപ്പോൾ വന്നിട്ട് ലാർജ് നമ്പർ ഓഫ് വെഹിക്കിൾസ് ഒരു പെർട്ടിക്കുലർ പോർഷനിലോ ഒരു ബിൽഡിംഗിലോട്ട് വരുവാണെങ്കിൽ അവിടെ കുറച്ച് എക്സ്ട്രാ ഒരു സെറ്റ് ബാക്ക് ഏരിയ നമുക്ക് ആവശ്യം ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് അതിനെ മെൻഷൻ ചെയ്യുന്നതാണ് കൺട്രോൾ ലൈൻ. ഓക്കെ, വിച്ച് ഇസ് അപ്പാർട്ട് ഫ്രം ദ ബിൽഡിംഗ് ലൈൻ. ഓക്കെ, സോ കൺട്രോൾ ലൈൻ എപ്പോഴും വന്നിട്ട് ബിൽഡിംഗ് ലൈനിൽ നിന്ന് വരുന്ന എക്സ്റ്റൻഷൻ ആയിരിക്കും. അപ്പോൾ ദിസ് ഇസ് ദ സ്ട്രീറ്റ്, ഇവിടെ ബിൽഡിംഗ് ലൈൻ. ഓക്കെ, ഇവിടെ ബിൽഡിംഗ് ലൈൻ എന്നാണെങ്കിൽ കൺട്രോൾ ലൈൻ വരുന്നത് ബിൽഡിംഗ് ലൈനിൽ നിന്നും ഒരു എക്സ്ട്രാ സെറ്റ് ബാക്ക് ഉണ്ടാവും. ഇതാണ് കൺട്രോൾ ലൈൻ. ഓക്കെ, ഇത് വന്നിട്ട് സ്ട്രീറ്റ്. ഓക്കെ, അപ്പോൾ കൺസ്ട്രക്ഷൻ ഇവിടെ നമുക്ക് ഉണ്ടാവും. ഓക്കെ, സോ നോർമൽ റെസിഡൻഷ്യൽ ബിൽഡിംഗിൽ നമ്മൾ ബിൽഡിംഗ് ലൈനിൽ നിർത്തിയിട്ടുണ്ടാവും, ഇവിടെ നിന്ന് കൺസ്ട്രക്ഷൻ തുടങ്ങിയിട്ടുണ്ടാവും. സോ ഇതുപോലെ ബിഗ് കൺസ്ട്രക്ഷനിൽ നമ്മൾ എക്സ്ട്രാ ഇത് തന്നെ നമ്മൾ ഒരു സെറ്റ് ബാക്ക് ആയിട്ട് നമ്മൾ ആൾറെഡി കൊടുത്തിട്ടുണ്ടാവും നോർമൽ റെസിഡൻഷ്യൽ ബിൽഡിംഗിൽ. അപ്പോൾ ഇതുപോലെ ഒരു ബിഗ് കൺസ്ട്രക്ഷനിൽ നമ്മൾ എക്സ്ട്രാ ഒരു സെറ്റ് ബാക്ക് കൊടുക്കുന്നുണ്ട്. സോ വിച്ച് മീൻസ്
വരുന്ന പോപ്പുലേഷനെയൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാനും ആ വെഹിക്കിൾസ് മൂവ്മെന്റ്സിനെയൊക്കെ നമുക്ക് വന്നിട്ട് കുറച്ചുകൂടെ ഈസിയർ ആക്കാനായിട്ട് കൊടുക്കുന്ന പ്രൊവിഷനാണ്. ഓക്കെ, സോ ക്ലിയർ ആയല്ലോ. So control line is certain buildings such as cinemas, business centers, factories, etc., which attract large number of vehicles should be further set back a further distance apart from the building line. This line, which accounts for extra margin, is called control line. മനസ്സിലായോ? സോ ഇതുകൊണ്ട് ഒരു എക്സ്ട്രാ മാർജിൻ നമുക്ക് കൊടുക്കുന്നുണ്ട്. സോ അതെന്നെയാണ് നമ്മൾ കൺട്രോൾ ലൈൻ എന്ന് പറയുന്നത്. ക്ലിയർ? ഓക്കെ, ഇത് ഈ എക്സാമ്പിൾ കണ്ടാൽ മനസ്സിലാവും. സോ സ്ട്രീറ്റ് പോകുന്നുണ്ട് ഇവിടെ. ദിസ് ഇസ് ദ സ്ട്രീറ്റ്. സോ ഹൗസ് ഇവിടെ ഉണ്ട്. സോ ഇവിടെ ഡ്രൈവ് ഇത് വന്നിട്ട് സെറ്റ് ബാക്ക് ഒരു വീട്ടിന്റെ സെറ്റ് ബാക്ക് എല്ലാ ഭാഗത്തും ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് എന്ന് കാണിക്കാനായിട്ട്. ഫ്രണ്ട് സെറ്റ് ബാക്ക്, മനസ്സിലായോ? സോ ഇവിടെയാണ് സെറ്റ് ബാക്ക് ലൈൻ വരുന്നത്. ഓക്കെ, ഡ്രൈവ് വേ എന്ന് പറയുന്നത് വെഹിക്കിൾ ഇങ്ങനെ എൻട്രായി ഇവിടെ പാർക്കിംഗ് ആയിരിക്കും. സോ സൈഡ് സെറ്റ് ബാക്ക് ആൻഡ് റിയർ സെറ്റ് ബാക്ക്. എപ്പോഴും ഫ്രണ്ട് സെറ്റ് ബാക്ക് കുറച്ച് കൂടുതലായിരിക്കണം കമ്പയറിംഗ് വിത്ത് സൈഡ് സെറ്റ് ബാക്ക്. ഓക്കെ, സോ ദ ടേം സെറ്റ് ബാക്ക് റെഫേഴ്സ് ടു ദ, ഞാൻ ഓൾറെഡി പറഞ്ഞത് തന്നെയാണ്. സോ ഇങ്ങനെ ഒരു പിക്ചർ വെച്ച് പറയുമ്പോൾ ഇനി കൂടെ ഈസിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ദ ടേം സെറ്റ് ബാക്ക് റെഫേഴ്സ് ടു ദ ഡിസ്റ്റൻസ് ദറ്റ് ഈസ് മെഷർഡ് ഇൻ ഫീറ്റ് ഓർ മീറ്റർ വാട്ട് എവർ എ ഹൗസ് ഓർ സ്ട്രക്ചർ മസ്റ്റ് ബി ഫ്രം ദ ഫ്രണ്ട്, സൈഡ് ആൻഡ് റിയർ പ്രോപ്പർട്ടി ലൈൻസ്. സോ പ്രോപ്പർട്ടിയുടെ എല്ലാ ഭാഗത്തും ഒരു സെറ്റ് ബാക്ക് ഡിസ്റ്റൻസ് കൊടുക്കുന്നതായിരിക്കും നമ്മൾ സെറ്റ് ബാക്ക് ലൈൻ എന്ന് പറയുന്നത്. Okay, the setbacks allow for access to underground utilities and distance between the properties. Okay, this is the general advantages ആയിട്ട് അവർ പറയുന്നതാണ്. ഓക്കെ, മനസ്സിലായല്ലോ. കൺട്രോൾ ലൈൻ ഒരു എക്സാമ്പിൾ കാണിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞാൽ ഇപ്പോൾ ബിൽഡിംഗ് ലൈൻ, റെസിഡൻഷ്യൽ ബിൽഡിംഗ് ആകുമ്പോൾ ബിൽഡിംഗ് ലൈൻ വരും, റെസിഡൻഷ്യൽ ബിൽഡിംഗ് വരും, അതിന് ഇപ്പുറത്ത് നമുക്ക് കൺസ്ട്രക്ഷൻ ഒന്നും ഉണ്ടാവില്ല. ഓക്കെ, ഇതാണ് റോഡ്. ഓക്കെ, മനസ്സിലായോ? റോഡിലിരുന്ന് കുറച്ച് ഡിസ്റ്റൻസിൽ ബിൽഡിംഗ് ലൈൻ കൊടുത്തിട്ടുണ്ട്. ആ ബിൽഡിംഗ് ലൈൻ അപ്പുറത്തായിരിക്കും റെസിഡൻഷ്യൽ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ വരുന്നത്. ഓക്കെ, ഇതേ നമ്മൾ വന്നിട്ട് പബ്ലിക് ബിൽഡിംഗ്സ് ആകുമ്പോൾ ആ സെറ്റ് ബാക്ക് പൊസിഷൻസ് കുറച്ചുകൂടെ ഉള്ളിലോട്ട് കൊണ്ടുപോകുന്നതാണ്. ഓക്കെ, സോ ദാറ്റ് ലൈൻ ഇസ് നോൺ ആസ് കൺട്രോൾ ലൈൻ. മനസ്സിലായോ? സോ ഈ ഇതിൽ കണ്ടാൽ മനസ്സിലാവും ഇത് ബിൽഡിംഗ് ലൈൻ എവിടെ ഉണ്ട്, ബട്ട് കൺട്രോൾ ലൈൻ വിച്ച് നീഡ്സ് സം എക്സ്ട്രാ ഏരിയ. ഓക്കെ, so in public buildings such as cinema halls, factories, commercial buildings which are generally overcrowded and attracts large number of vehicles should be set back a further distance apart from the building line. Okay, already പറഞ്ഞതാണ്. So it requires extra distance for controlling the overcrowded population. Okay, so the line up to which such buildings are constructed is called control line. Okay, clear? ഇത് ഒരു ജനറൽ നോംസ് ആയിട്ട് പറയുന്നതാണ്. സോ ഡിസ്റ്റൻസ് ഓഫ് ബിൽഡിംഗ് ലൈൻ ആൻഡ് കൺട്രോൾ ലൈൻ നിങ്ങൾക്ക് 1 മാർക്കിൽ എന്തെങ്കിലും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, NH ആൻഡ് ടൈപ്പ് ഓഫ് റോഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് നാഷണൽ ഹൈവേസ് ഓർ സ്റ്റേറ്റ് ഹൈവേസ്. MDR എന്ന് പറയുന്നത് മേജർ ഡിസ്ട്രിക്ട് റോഡ്സ്, ODR മീൻസ് ഓർഡിനറി ഡിസ്ട്രിക്ട് റോഡ്സ് ആൻഡ് VR മീൻസ് വില്ലേജ് റോഡ്സ്. സോ ഓരോന്നിലും ബിൽഡിംഗ് ലൈൻ എത്ര വിട്ടിട്ടുണ്ടാവണം ഇൻ ഓപ്പൺ ആൻഡ് അഗ്രികൾച്ചറൽ കൺട്രി. സോ ഇവിടെ വന്നിട്ട് ബിൽഡിംഗ് ലൈൻ അതായത് ഓപ്പൺ ആയിട്ട് കുറെ വാസ്റ്റ് ഏരിയ ഉണ്ടാവും. സോ അവിടെ വന്നിട്ട് ബിൽഡിംഗ് ലൈൻ 30 മീറ്റർ അകത്തായിരിക്കണം ഫോർ നാഷണൽ ഹൈവേസ് ആൻഡ് സ്റ്റേറ്റ് ഹൈവേസ്. കൺട്രോൾ ലൈൻ 56 മീറ്റേഴ്സ് അകത്തായിരിക്കാം. ഓക്കെ, മേജർ ഡിസ്ട്രിക്ട് റോഡ്സ് വന്നിട്ട് ഫോർ ഓപ്പൺ ആൻഡ് അഗ്രികൾച്ചറൽ കൺട്രി 24 മീറ്റേഴ്സ് ആൻഡ് കൺട്രോൾ ലൈൻ ഷുഡ് ബി 45 മീറ്റേഴ്സ്. മിനിമം പ്രൊവിഷൻസ് ആണ്. അതിനെക്കാട്ടിലും കൂടുതലായാൽ കുഴപ്പമില്ല, പക്ഷെ അതിനെ കുറയാൻ പാടില്ല. ആൻഡ് ഓർഡിനറി ഡിസ്ട്രിക്ട് റോഡ്സ് 15 മീറ്റേഴ്സ് for building line and 24 meters for control line. And village roads 12 meters for building line and 18 meters for control line. Okay, അതുപോലെ തന്നെ റിവർ ഡെവലപ്മെന്റ് along approach. ഇവിടെയൊക്കെ റിവർ ഡെവലപ്മെന്റ് ഏരിയയിൽ NH and SH വന്നിട്ട് 18 meters for building line and 30 meters for control line. MDR major district roads 9 meters for building line and 15 meters for control line. Ordinary district roads 6 meters for building line and 9 meters for control line. And village roads 6 meters for building line and 9 meters for control line. Clear? And actually urban area or city area അങ്ങനെയൊക്കെ വരുമ്പോൾ ബിൽഡിംഗ് ലൈൻ വന്നിട്ട് 30 meters ഉണ്ടാവണം, കൺട്രോൾ ലൈൻ 45 meters. Major district roads 15 meters and 24 meters. Ordinary district roads 9 meters and 25 meters and village roads 9 meters and 25 meters. Clear ആണല്ലോ? സോ ഇതെന്താണ് മനസ്സിലായല്ലോ? അതായത് NH means national highways, SH means state highways, MDR means major district roads, ODR means ordinary district roads and VR means village roads. Okay, note ചെയ്ത് വെച്ചോളൂ. NH means
national highways. Okay. National highways. As such means state highways. State highways. Okay. MDR means major district roads, ODR ordinary district roads, and VR means village roads. Okay. ഒരു glance നോക്കണേ. So, ഇത്രയും building lines and control lines നെ കുറിച്ച് നമുക്ക് അറിഞ്ഞിരുന്നു. ഇതിന്റെ advantages എന്താണ്? Major advantages. What are the advantages of fixing such building lines? First one is it keeps away the noise and dust of street. Clear ആണല്ലോ. അപ്പോൾ സ്ട്രീറ്റിന്റെ അടുത്താവുമ്പോൾ നമുക്ക് ഓവർ നോയ്സ് വെഹിക്കിൾ നോയ്സസ് ഉണ്ടാവും, പിന്നെ ഓവർ ഡസ്റ്റ് വന്നിട്ട് ഫോർമേഷൻ ഉണ്ടാവും. സോ അത് കുറച്ച് നമ്മൾ സെറ്റ് ബാക്ക് കൊടുക്കുന്നത് കൊണ്ട് നമുക്ക് അതിന്റെ എന്താ പറയുക പെർസെൻറ്റേജ് നമുക്ക് കുറവാക്കാൻ പറ്റും. ഓക്കെ, then it facilitates future widening of street. So in case ഫ്യൂച്ചറിൽ വന്നിട്ട് സ്ട്രീറ്റ് വന്നിട്ട് വൈഡൻ ചെയ്യുവാണെങ്കിൽ ബിൽഡിങ്ങിനെ അഫക്ട് ചെയ്യാത്ത പോലെ നമുക്ക് വന്നിട്ട് സേഫർ സൈഡ് ആക്കാൻ പറ്റും. then it prevents formation of blind corners at intersection of streets and provide open spaces. Okay, clear? അതായത് ഇപ്പൊ ബ്ലൈൻഡ് കോർണേഴ്സ്, ഇപ്പൊ കോർണേഴ്സ് വന്നിട്ട് ഫോർ എക്സാമ്പിൾ ഫുള്ളായിട്ട് കവർ ആവുകയാണെങ്കിൽ ആ കോർണറിൽ വന്നിട്ട് നമുക്ക് ക്ലിയർ വ്യൂ ഉണ്ടാവില്ല. അപ്പൊ വെഹിക്കിൾ തന്നെ എൻറ്റർ ആവുകയാണെങ്കിൽ ഓക്കെ, ആൻഡ് സ്ട്രീറ്റ് ഇന്റർസെക്ഷനും പാടായിരിക്കും. അപ്പോൾ ഈ സെറ്റ് ബാക്ക് കൊടുക്കുന്നത് കൊണ്ട് അതൊക്കെ കുറച്ചുകൂടി സ്മൂത്ത് തന്നെ ആവും. ഓക്കെ ഓക്കെ what are the important points in this building lines and control line means? Generally in urban areas, the distance of control line, idanto general rule, thumb rule pole, general rule, the distance of control line is taken as 1.5 times of building line. Clear? So control line should be taken as 1.5 times of the building line. Right? 1.5 times means if street if it is the road, building line vanittu 1 meter ennu vekkuvaningal, if this is building line is 1 meter means the control line should be 1.5 meters from the road. Okay, ഇവിടെ ഇരുന്ന് 1.5 meters. Clear? So this is the road, this is building line, and this is control line. Okay, generally it is for urban area. Okay, so generally in urban area, the distance of control line is taken as 1.5 times that of the building line. Okay, clear? The distance are measured from center of the roadway. Sorry, this is measured from the center of the roadway. ഇവിടെയല്ല, ഈ കോർണറിലല്ല, it should be measured from the center. Should be measured from center. Clear? So building line at least the control line must be at least 1.5 times of the building line. If building line is 1 meter, the control line should be 1.5 meter from the center of the roadway. Okay, road in the center ലാണ് measurement എടുക്കേണ്ടത്. Okay, the distance are measured from the center of the roadway. Okay, then national building code. National building code ne NBC എന്ന് പറയും. Okay, national building code NBC specifies the minimum frontage of 6 meter on any street. Okay, ആ frontage distance വന്നിട്ട് 6 meter മിനിമം കൊടുക്കണം എന്ന് NBC പറഞ്ഞിട്ടുണ്ട്. NBC means national building code. അതിനെക്കുറിച്ച് നമ്മൾ further slides കാണാം. Clear? Then the National Building Code of India, a comprehensive building code. It is a comprehensive building code. It's the national instrument providing guidelines for regulating the building construction activities across in the countries. Okay, across the country. India വന്നിട്ട് total ഇത് ഒരു പ്രൊവിഷൻസ്, അതായത് ഒരു ബിൽഡിങ്ങിനെ കുറിച്ച് ഒരു ടോട്ടൽ നോംസ് വന്നിട്ട് NBC കൊണ്ട് നമുക്ക് കിട്ടും. എത്ര ഡിസ്റ്റൻസ് നമ്മൾ സെറ്റ് ബാക്ക് വിടണം, ബിൽഡിംഗ് ലൈൻ എവിടെയായിരിക്കണം, കൺട്രോൾ ലൈൻ എവിടെയായിരിക്കണം, ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ ഏരിയ. ആ അഡ്ജസ്റ്റ്മെന്റ്സ് ഒക്കെ നാഷണൽ ബിൽഡിംഗ് കോഡിൽ നമുക്ക് കിട്ടും. ആൻഡ് ഫയർ സേഫ്റ്റി, ഇലക്ട്രിക്കൽ റിക്വയർമെന്റ്സ്, കുറെ കാര്യങ്ങൾ NBC കിട്ടും. So it is the code for all the building constructions. Maybe it is for commercial as well as the residential construction in India. Okay, so it serves the model code for adoption by all. Clear?
ഓക്കെ. സോ NBCയുടെ ഹിസ്റ്ററിയാണ് ഇതിൽ കാണിക്കുന്നത്. സോ NBC എങ്ങനെയാണ് ഫോം ആയിരിക്കുന്നത് വെച്ചാൽ ആദ്യം 1965 എ പാനൽ ഓഫ് എക്സ്പെർട്സ് അപ്പോയിന്റഡ് ബൈ പ്ലാനിംഗ് കമ്മീഷൻ ടു സ്റ്റഡി ദ ഹോൾ ഗാമോട്ട് ഓഫ് ഓപ്പറേഷൻസ് ഇൻവോൾവ് ഇൻ ദ കൺസ്ട്രക്ഷൻ സച്ച് ആസ് അഡ്മിനിസ്ട്രേറ്റീവ്, ഓർഗനൈസേഷണൽ, ഫിനാൻഷ്യൽ, ടെക്നിക്കൽ. ഓക്കെ, ഇതുകൊണ്ട് ഒരു പാനൽ ഓഫ് മെമ്പേഴ്സ് സെറ്റ് ചെയ്ത് ഒരു റൂൾസ് പോലെ തുടങ്ങിയതാണ്. ദെൻ 1968 റിപ്പോർട്ട് ഓൺ എക്കണോമിക്സ് ഇൻ കൺസ്ട്രക്ഷൻ കോസ്റ്റ് റെക്കമെൻഡഡ് വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്സ് ടുവേർഡ്സ് അച്ചീവിംഗ് എക്കണോമി ഇൻ ടുവേർഡ്സ് ഫോർമുലേഷൻ ഓഫ് യൂണിഫൈഡ് ബിൽഡിംഗ് കോഡ്. അപ്പോഴാണ് ഒരു അമെൻമെന്റ് അവർ ഫ്രെയിം ചെയ്യുന്നത്. അതായത് യൂണിഫൈഡ്, ഇപ്പോൾ പാനൽ ഓഫ് മെമ്പേഴ്സ് വന്നിട്ട് ഇങ്ങനെ സജസ്റ്റ് ചെയ്യുന്നത് അല്ലാതെ ഒരു യൂണിഫൈഡ് ബിൽഡിംഗ് കോഡായിട്ട് ഒന്ന് നാഷണൽ ലെവലിൽ നമുക്ക് കൊണ്ടുവരണം, അങ്ങനെ പറഞ്ഞ ഒരു തീരുമാനം എടുക്കുന്നുണ്ട്. സോ ഫോർ ദിസ് NBC ടു ബി ബ്രോട്ട് ഔട്ട് unifying building regulations throughout the country. So job entrusted to the ISI level now BIS ഉണ്ട്. അപ്പോൾ ISI ലെവലിൽ വന്നിട്ട് അതിനെ വന്നിട്ട് ഒരു അക്രഡിറ്റേഷൻ പോലെ കൊണ്ടുവരണം. സോ 1970 ഫസ്റ്റ് എഡിഷൻ ഓഫ് NBC വന്നിട്ട് പബ്ലിഷ് ആയത്. ദെൻ 1983 അതിൽ കുറച്ച് റിവിഷൻസോടെ ഫസ്റ്റ് റിവിഷൻ കൊണ്ടുവന്നു. ആൻഡ് 1987 അമെൻമെന്റ് നമ്പർ 1 and 2 to NBC 1983. ഇതിൽ തന്നെ കുറച്ച് അമെൻമെന്റ്സ് കൊണ്ടുവന്നു. ആ 1997 അമെൻമെന്റ് 3 കൊണ്ടുവന്നു. ആൻഡ് 2005 ഇതിന്റെ സെക്കൻഡ് റിവിഷൻ വന്നു. ആൻഡ് 2015 ഈ സെക്കൻഡ് റിവിഷന്റെ അമെൻമെന്റ് 1 and 2 വന്നു. ആൻഡ് ഫൈനലി നൗ വി ആർ യൂസിങ് 2016 NBC. ഇറ്റ് ഈസ് ദ തേർഡ് റിവിഷൻ. ഓക്കെ. So what are the salient features of NBC 2016? Okay, it is a substantial improvements incorporated particularly for ensuring structurally safe and disaster resistant buildings. Okay, the safety related ആയിട്ട് ഫ്രെയിം ചെയ്തതാണ്. Okay, ensuring the structurally safe and disaster resistant building. Disaster resistant means based on the areas. ഇപ്പോൾ it is a coastal area ആയിരിക്കാം, hilly area ആയിരിക്കാം, അല്ലെങ്കിൽ നോർമൽ ഫ്ലാറ്റ് ഏരിയ ആയിരിക്കാം. സോ ബേസ്ഡ് ആണ്. ഇപ്പോൾ NBC വന്നിട്ട് ഒരു കോഡ് ഫോം ചെയ്തിരിക്കുന്നത് വെച്ചാൽ എല്ലാ ഏരിയയിലും ഓരോരോ ഏരിയനെ അനുസരിച്ചും ഓരോരോ കൺസ്ട്രക്ഷനെ അനുസരിച്ചും പ്രൊവിഷൻസ് കൊടുത്തിട്ടുണ്ടാവും. സോ അത് മേജറായിട്ട് അവർ എന്താ നോക്കുന്നത് വെച്ചാൽ സ്ട്രക്ചറൽ സേഫ്റ്റിയും ആസ് വെൽ ആസ് ദ ഡിസാസ്റ്റർ റെസിസ്റ്റൻസ് ഫോർ ബിൽഡിംഗ്സ്. സോ ഇറ്റ് ആക്സസിബിലിറ്റി ഓഫ് ബിൽഡിംഗ്സ് ആൻഡ് ബിൽറ്റ് എൻവിറോൺമെന്റ് ഫോർ പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് ആൻഡ് ഫോർ ദ എൽഡറി. ഓക്കെ, അവർക്കും വേണ്ട അത് ഈസിലി ആക്സസ് ചെയ്യുന്ന പോലെ ആയിരിക്കും പ്രൊവിഷൻസ് ഒക്കെ തരുന്നത്. So it should be the accessibility of buildings and built environment for persons with disabilities and as well as for elder persons. And fire safety for modern complex and high-rise buildings, use of new or innovative building materials and technologies, ensuring speedier constructions through prefab technology. Prefabricated area already lab construct just we are arranging in the site. Okay, അതിനെ prefab construction എന്ന് പറയും. സോ അതിനെയൊക്കെ വന്നിട്ട് ഇപ്പോൾ ഇൻകോപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇൻസ്റ്റലേഷൻ ഓഫ് മോഡേൺ പ്ലംബിംഗ് ആൻഡ് ബിൽഡിംഗ് സർവീസസ് ആൻഡ് എൻഷുറിംഗ് IT enabled buildings, sustainability and conducive outdoor built environment, management of constructed building assets and facilities. So these are some of the salient features of NBC 2016. Okay. ആ NBC 2016 വരുന്ന കണ്ടന്റ്സ് എന്താക്കാന്ന് വെച്ചാൽ പാർട്ട് 0 ഇന്റഗ്രേറ്റഡ് അപ്രോച്ച്, prerequisites for applying provisions of the code. Okay, what are the prerequisites? ഈ ഒരു ബിൽഡിംഗ് കോഡിനെ അപ്രോച്ച് ചെയ്യുന്ന മുമ്പ് നമ്മൾ എന്തൊക്കെ ചെയ്ത് വെച്ചിരിക്കണം? വാട്ട് ആർ ദ റിക്വയർമെന്റ്സ് വൈൽ അപ്രോച്ചിങ് ദിസ് NBC കോഡ്, അതാണ് അതിൽ വരുന്നത്. പാർട്ട് 1 ഡെഫിനിഷൻസ് ഉണ്ടാവും. പാർട്ട് 2 അഡ്മിനിസ്ട്രേഷൻ. പാർട്ട് 3 ഡെവലപ്മെന്റ് കൺട്രോൾ റൂൾസ് ആൻഡ് ജനറൽ ബിൽഡിംഗ് റിക്വയർമെന്റ്സ്. Part 4 fire and life safety. Part 5 is building materials. Part 6 structural design. Part 7 constructional management and practices and safety. Part 8 building services. Part 9 plumbing services including solid waste management. Part 10 landscape development, science and outdoor displayed structures. Part 11 approach to sustainability, and finally Part 1 asset and facility management. So ഇതാണ് split up, NBC split ups for covering the overall provisions while constructing the buildings or for constructing residential or commercial buildings in our country. Okay. The structured approach for ensuring compliance to provisions of NBC 2016 in the code. So in the structural approach international. So stages in building permit process. What are the stages of building permit until approve? What are the stages? Stages follow cheyanam. എന്നാണ് സ്ട്രക്ചർഡ് അപ്രോച്ചിൽ അവർ പറയാൻ വരുന്നത്. ഫസ്റ്റ് വൺ ഈസ് സബ്മിഷൻ ഓഫ് അപ്ലിക്കേഷൻ ബൈ ഓണർ അലോങ് വിത്ത് ബിൽഡിംഗ് പ്ലാൻ. ഓക്കെ,
ഒരു അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ ആവശ്യമുണ്ടാവും? ബിൽഡിംഗ് പ്ലാൻ, സർവീസ് പ്ലാൻ, സ്പെസിഫിക്കേഷൻസ്, structural design sufficiency certificate by engineer or structural engineer or owner, certificate of engagement of builder or constructors, certificate of supervision by architect or engineer. So ഇതൊക്കെ വെച്ചിട്ടാണ് ഒരു ഓണർ വന്നിട്ട് ഒരു അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, then അതിനെ ആരാ വെരിഫൈ ചെയ്യുന്നത്? നെക്സ്റ്റ് വൺ ഇസ് വെരിഫിക്കേഷൻ സ്റ്റേജ്. സോ വെരിഫിക്കേഷൻ ഓഫ് ബിൽഡിംഗ് പ്ലാൻസ് ആൻഡ് സ്പെസിഫിക്കേഷൻസ് by the authority with respect to the building bylaws. Based on the building bylaws and NBC codes ഒക്കെ വെച്ചിട്ട് അതിനെ അവർ വെരിഫൈ ചെയ്യും. And third point is sanctioned by the authority. Verify ചെയ്തിട്ടാണ് അവർ സാങ്ഷൻ തരുന്നത്. So sanctioned by the authority includes approvals from the statutory authorities. 2 stages of approval for vulnerable buildings. Okay, vulnerable buildings എന്ന് പറഞ്ഞിട്ട് 2 stages ഉണ്ടാവും അപ്രൂവൽ കിട്ടാനായിട്ട്. Then ഈ അപ്രൂവൽ ഒക്കെ കിട്ടിയ ശേഷമാണ് കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റി തുടങ്ങുന്നത്. So construction activity, and in between our inspection. So stepwise inspection by local authority, completion of construction activity finally, a notice of completion by the owner along with finally ആദ്യം ഒരു application കൊടുത്തപ്പോൾ തന്നെ completion ചെയ്യുന്ന ശേഷം അവർ completion notice ആയിട്ട് കൊടുക്കണം. Okay, NBC. So notice of completion by the owner along with certification for execution of work as per structural safety requirements by engineer or structural engineer. Okay, then finally again for complete ionization our authority on inspect. So inspection by authorities, and finally ellam kayina seshana avaru vanittu occupancy na avaru approve cheynadu. Okay, issue of occupancy permit by the authority. So inganeyana oru structured approach oru building construction la vanathnathu as per the NBC code 2016. Okay, idu kuda ningu choikam what is the recent NBC code ചോദിക്കുവാണെങ്കിൽ 2016 ആ ഇയർ മെൻഷൻ ചെയ്ത് ചോദിക്കുവാണെങ്കിൽ which is 2016. Okay, ക്ലിയർ ആണല്ലോ? സോ ഇതുവരെ കണ്ടതാണ് ഇപ്പോൾ ബിൽഡിംഗ് ലൈൻസും NBC റിലേറ്റഡ് ആയിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. സോ ബിൽഡിംഗ് ലൈനിന്റെ നെസസിറ്റി എന്താണ്? സോ ഒരു ലേ ഔട്ടിൽ വന്നിട്ട് ബിൽഡിംഗ് ലൈൻ നമ്മൾ മെൻഷൻ ചെയ്തിരുന്നാൽ അതിനനുസരിച്ചായിരിക്കും നമ്മൾ കൺസ്ട്രക്ഷൻ തുടങ്ങുന്നത്. സോ വാട്ട് ഈസ് ദ നെസസിറ്റി ഓഫ് ബിൽഡിംഗ് ലൈൻസ് എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ദ സെറ്റ് ബാക്ക് ലൈൻ. ഓക്കെ, സെറ്റ് ബാക്ക് ലൈൻ ഏത് വന്നിട്ട് നമുക്ക് നോയ്സസിനെ കുറവാക്കാൻ പറ്റും, ഡസ്റ്റിനെ കുറവാക്കാൻ പറ്റും, ആസ് വെൽ ആസ് ഒരു ഫ്യൂച്ചറിൽ വന്നിട്ട് റോഡ് എക്സ്റ്റെൻഡ് ആവുകയാണെങ്കിൽ അതിന് നമുക്കൊരു പ്രൊവിഷൻസ് കിട്ടും. അതായത് ബിൽഡിംഗ് അഫക്റ്റ് ആവാത്ത രീതിയിൽ നമുക്കൊരു പ്രൊവിഷൻ കിട്ടും. ബിൽഡിംഗ് ലൈനിനെ പോലെ കൺട്രോൾ ലൈൻ ഉണ്ട്. ബിൽഡിംഗ് ലൈൻ വന്നിട്ട് റെസിഡൻഷ്യൽ ബിൽഡിംഗ്സിനാണ് ബിൽഡിംഗ് ലൈൻ വരെ നമ്മൾ കൺസ്ട്രക്ഷൻ തുടങ്ങുന്നത്. ഫോർ കമേഴ്ഷ്യൽ ബിൽഡിംഗ്സിന് കുറച്ചുകൂടെ എക്സ്ട്രാ സെറ്റ് ബാക്ക് ഏരിയ ആവശ്യം ഉണ്ടാവും. അതിനെ കൺട്രോൾ ലൈൻ എന്ന് പറയും. സോ ബിൽഡിംഗ് ലൈനിനും അങ്ങോട്ട് നമുക്ക് കൺട്രോൾ ലൈൻ വെച്ചിട്ട് അവിടെ നിന്ന് കൺസ്ട്രക്ഷനെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. സോ അതിന് നമ്മൾ വന്നിട്ട് വാല്യൂസ് ഒക്കെ പറഞ്ഞു തരണം. ഓക്കെ, ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് ടോപ്പിക് ഇസ് ബിൽഡിംഗ് സിംബൽസ്. സോ ബിൽഡിംഗ് സിംബൽ ഞാൻ ആൾറെഡി പറഞ്ഞ പോലെ തന്നെയാണ് ഒരു ലേ ഔട്ടിൽ വന്നിട്ട് നമുക്ക് അത് കാണുമ്പോൾ തന്നെ ആ കൺസ്ട്രക്ഷന് വന്നിട്ട് എല്ലാം ക്ലിയർ ആയിട്ട് മനസ്സിലാവണം. ഒരു കൺസ്ട്രക്ട് വന്നിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന മുമ്പ്, ദാറ്റ് ഈസ് പ്രിയർ ടു ദ കൺസ്ട്രക്ഷൻ ഒരു ലേ ഔട്ട് നമുക്ക് കാണുമ്പോൾ തന്നെ ഡ്രോയിങ് വെച്ചിട്ട് നമുക്ക് എല്ലാം ക്ലിയർ ആയിട്ട് മനസ്സിലാവണം. ഇപ്പോൾ ബിൽഡിംഗ് ലൈൻസ്, കൺട്രോൾ ലൈൻ ഒക്കെ നമുക്ക് മനസ്സിലായല്ലോ. സോ ഒരു ഡ്രോയിങ്ങിൽ ബിൽഡിംഗ് ലൈൻ മെൻഷൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അത് കാണുമ്പോൾ തന്നെ കൺസ്ട്രക്ഷൻ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും എവിടെയാ ബിൽഡിംഗ് ലൈൻ വരുന്നത്, എവിടെയാ കൺട്രോൾ ലൈൻ വരുന്നത്, എത്രയാ നമുക്ക് ഡിസ്റ്റൻസ് കൊടുക്കേണ്ടത്, അതൊക്കെ നമുക്ക് മനസ്സിലാവും. അതല്ലാതെ സർട്ടൻ സിമ്പിൾസ് ഉണ്ട്. ഓക്കെ, ജനറലി ഒരു ലേ ഔട്ടിൽ വന്നിട്ട് സർട്ടൻ സിമ്പിൾസ് വന്നിട്ട് അവർ ഫോളോ ചെയ്യുന്നുണ്ട്. സോ ആ സിമ്പിൾസ് ഒക്കെ വന്നിട്ട് എങ്ങനെയാ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്, ഏതൊക്കെ വന്നിട്ട് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് കുറച്ച് സിമ്പിൾസിനെ കുറിച്ച് നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതല്ലാതെയും കുറേ സിമ്പിൾസ് ഉണ്ട്. സോ വാട്ട് ഈസ് മീൻ ബൈ ബിൽഡിംഗ് സിമ്പിൾസ്, വൈ ഇറ്റ് ഈസ് റിക്വയർഡ്, ആൻഡ് വാട്ട് ആർ സം എക്സാമ്പിൾസ്, അങ്ങനെയൊക്കെയാണ് നമ്മൾ ഈ ഫർദർ സ്ലൈഡ്സിൽ നമ്മൾ കാണാൻ പോകുന്നത്. ഓക്കെ, the very first step to start building construction is to draw a building plan. നമുക്ക് എല്ലാം അറിയാലോ, ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ തുടങ്ങുന്ന മുമ്പ് നമുക്ക് ബിൽഡിംഗ് പ്ലാൻ ക്ലിയർ ആയിരിക്കണം. ഓക്കെ, സോ ദ പ്രൊഫഷണൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ആർക്കിടെക്ട്സ് ഡ്രോ ദിസ് പ്ലാൻ, നമുക്കറിയാം. ആൻഡ് ദിസ് പ്ലാൻ ഇസ് മെയ്ഡ് ഫോർ proposal submission and to submit the final constructed building drawings. So building drawings finalize submit ചെയ്യുമ്പോൾ നമുക്ക് ഈ ബിൽഡിംഗ് പ്ലാൻ നമുക്ക് വന്നിട്ട് ആവശ്യമുണ്ടാവും. ഓക്കെ, സോ ദ ബിൽഡിംഗ് പ്ലാൻ കൺസിസ്റ്റ് ഓഫ് ബിൽഡിംഗ് പ്ലാൻ ലെജൻഡ്സ് and these symbols. അതുകൊണ്ട് symbols ഞാൻ പറയുന്ന legends എന്ന്. So these symbols illustrate the mechanics, lighting, electrical connections, plan and elevation of the building. So ആ symbols വെച്ചിട്ട് നമുക്ക് എല്ലാം മനസ്സിലാവുന്ന രീതിയിലായിരിക്കണം. അതായത് ഡോർ എന്ന് പറയുമ്പോൾ ഒരു സിമ്പിൾ വെച്ച് നമുക്ക് മനസ്സിലാവുമായിരിക്കും, വിൻഡോ പറയുമ്പോൾ സിമ്പിൾ വെച്ച് മനസ്സിലാവുമായിരിക്കും. ഒരു ഡയറക്ഷൻ പറയുമ്പോൾ ഫോർ എക്സാമ്പിൾ നോർത്ത് ഡയറക്ഷൻ ഒരു ആരോ മാർക്ക് വെച്ചിട്ട് നമുക്ക് അതാണ് നോർത്ത് എന്ന് നമ്മൾ ആ ഡ്രോയിങ് വെച്ചിട്ട് നമുക്ക് മനസ്സിലാവുന്ന രീതിയിലായിരിക്കാം. സോ അപ്പോൾ ആ സിമ്പിൾസിനെ കുറിച്ച് നമുക്ക് അറിഞ്ഞിട്ടുണ്ടാവണം. ഇതിനെയൊക്കെയാണ് നമ്മൾ ബിൽഡിംഗ് സിമ്പിൾസ് എന്ന് പറയുന്നത്. ഓക്കെ,
So building plan symbols are used in building plan to describe the functions and purposes of functions and purposes of elements such as service symbols, lighting symbols, electrical symbols, elevation symbols and section symbols. അപ്പോൾ കുറേ symbols ഉണ്ട്. So അതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ടോട്ടലായിട്ട് മനസ്സിലാക്കേണ്ടത്. Okay, so the building plan symbols are used in the building plan to describe the functions and purposes of elements such as service symbols, lighting symbols, electrical symbols, elevation symbols and section symbols, like that. Okay, so what is building core symbols? General ആയിട്ട് building core symbols എന്തൊക്കെ വരുന്നത് நிறைய വരുമായിരിക്കും. ഇതിൽ some examples ഞാൻ കാണിച്ചിട്ടുണ്ട്. So building core symbols are the category that includes commonly used in building symbols. Okay, ഈ സൈഡിൽ ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട് നോർത്ത് ഡയറക്ഷൻ കണ്ടോ. സോ ഇങ്ങനെ ഒരു ആരോ മാർക്ക് കാണിക്കുവാണെങ്കിൽ അതാണ് നോർത്ത് ഡയറക്ഷൻ. ഒരു കൺസ്ട്രക്ഷൻ തുടങ്ങുമ്പോൾ നോർത്ത് ഡയറക്ഷൻ ഒരു പ്ലാനിൽ നോർത്ത് ഡയറക്ഷൻ നമ്മൾ പ്രോപ്പറായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടാവണം. സോ അത് എപ്പോഴും റൈറ്റ് സൈഡ് ടോപ്പ് കോർണറിലായിരിക്കും യൂഷ്വലി നോർത്ത് ഡയറക്ഷൻ. അതിനനുസരിച്ചായിരിക്കും നമ്മൾ കൺസ്ട്രക്ഷൻ വേണ്ടിയിട്ട് ചെയ്യേണ്ടത്. ഓക്കെ, ഡയറക്ഷൻ വെച്ചിട്ടായിരിക്കണം അത് നമ്മളെല്ലാം ലേ ഔട്ട് ഒക്കെ ചെയ്യേണ്ടത്. ഓക്കെ, സൈറ്റ് പ്ലിന്ത് എല്ലാം നമ്മൾ തുടങ്ങുന്നത് കൺസ്ട്രക്ഷൻ എല്ലാം പ്രോപ്പറായിട്ട് നമ്മൾ ലൈൻ സ്കെച്ചിൽ തന്നെ എല്ലാം തുടങ്ങുന്നത് നമ്മൾ ഈ ഡയറക്ഷൻ വെച്ചിട്ടായിരിക്കണം. ഓക്കെ, ദെൻ സിമ്പിൾ ഇത് നമുക്ക് ഡയറക്ഷൻ സിമ്പിൾ നമുക്കറിയാം നോർത്ത് ഈസ്റ്റ് വെസ്റ്റ് സൗത്ത്. ആരോ എയർ കണ്ടീഷനിങ് ലൊക്കേഷൻ, ഈ സിമ്പിളാണ് എയർ കണ്ടീഷനിങ് ലൊക്കേഷൻ എന്ന് പറയുന്നത്. സോളിഡ് വേൾഡ്സിന് ഈ സിമ്പിൾ, സ്റ്റെപ്പിന് ഈ സിമ്പിൾ, പിന്നെ ഓർണമെന്റൽ സ്റ്റാർസിന് ഈ സിമ്പിൾ. ഇതൊക്കെ കുറച്ചുകൂടെ ഇൻഡെപ്ത് ആയിട്ട് പോകുമ്പോഴാണ്. സോ ജനറലി നമുക്കറിയേണ്ടത് ഈ നോർത്ത് സിമ്പിൾ ഡോർ, ലൈറ്റ്, വിൻഡോ എല്ലാം അതിനൊക്കെ അനുസരിച്ചാണ്. ദെൻ സിസർ സ്റ്റാർ കേസ്. ഓക്കെ, സ്ട്രെയിറ്റ് സ്റ്റാർ കേസിനെ ഇങ്ങനെ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. കേർവ്ഡ് സ്റ്റാർ കേസ്, അത് കേർവ് സ്റ്റാർ കേസിൽ ഒരു 2-3 ടൈപ്സ് ഉണ്ടാവും. Then winding staircase, Z-shaped staircase ഇങ്ങനെ ഉണ്ടാവില്ലേ. Then divided staircase, this is the pocket door, double pocket door. Then left spiral staircase, അത് ഈ ഡയറക്ഷൻ ആരോ മാർക്കിന് വെച്ചാൽ അത് ഏത് ഡയറക്ഷൻ ആണ് മനസ്സിലാവും. Then right spiral staircase. Then corner landing. ഓക്കെ, മനസ്സിലായോ? ആ ലാൻഡിങ് മറ്റേ കോർണറിലായിരിക്കാം ആ സ്റ്റാർക്കേസിന്റെ ലാൻഡിങ്. Then star landing mention ചെയ്തിട്ടുണ്ടാവും. Then escalator, ramp, handrail, corner handrail, toilet, sink, multi-urinal and multi-stall. Okay, so ഇങ്ങനെ സിമ്പിൾസ് മെൻഷൻ, ഇതൊക്കെ പ്ലാനിൽ ജസ്റ്റ് അവർ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അതിനായിട്ട് ഒരു ആൽഫബറ്റോ ഒരു നമ്പറോ നൊട്ടേഷൻസ് മാത്രം കൊടുത്തിട്ടുണ്ടാവും. സോ അത് വെച്ച് നമുക്ക് തന്നെ ആ പ്ലാനിനെ റീഡ് ചെയ്യാൻ അറിഞ്ഞിട്ടുണ്ടാവണം. ഓക്കെ, ഒരു സൈറ്റ് എഞ്ചിനീയർ അതിനെയൊക്കെ നോക്കിയിട്ടാണ് അവർ ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത്. Then dimension symbols. Dimension symbols provide the construction team and management with all the true and exact dimensions, sizes, measurements and calculations of the task and buildings. Okay, dimension symbols അറിയാലോ, ഒരു ലൈൻ ഉണ്ടെങ്കിൽ അതിൽ ഡയമെൻഷൻ ലൈൻ നമ്മൾ മാർക്ക് ചെയ്യില്ലേ, അതിനെയാണ് ഒരു ഡയമെൻഷൻ സിമ്പിൾ എന്ന് പറയുന്നത്. സോ ദീ സിമ്പിൾസ് ആസ് സൈസ് ഇൻഫർമേഷൻ ഇൻ ദ ഡ്രോയിങ്. ഓക്കെ, ഒരു ഡ്രോയിങ് ജസ്റ്റ് ഒരു ലൈൻ സ്കെച്ച് പോലെ മാത്രമില്ലാതെ അതിലൊരു ഡയമെൻഷൻസ് വരുമ്പോൾ അതിൽ സൈസ് ഇൻഫർമേഷനും ആഡഡ് അപ്പ് ആവുന്നുണ്ട്. ഓക്കെ, അതേ ഒരു ബിൽഡിംഗ് പ്ലാനിനെ നമുക്ക് കാണുമ്പോൾ ആ പ്ലാൻ വന്നിട്ട് ജസ്റ്റ് വിത്തൗട്ട് ഡയമെൻഷൻസ് എങ്ങനെയായിരിക്കും? ഓക്കെ, ബിൽഡിംഗ് ഇങ്ങനെ തന്നെ വരാൻ പോകുന്നുണ്ട്, നമുക്കൊരു ഇമാജിനേഷൻ കിട്ടുമായിരിക്കും. അത് വിത്ത് ഡയമെൻഷൻസ് വരുമ്പോൾ വിത്ത് സൈസ് നമുക്കൊരു ഐഡിയ കിട്ടില്ലേ, കൺസ്ട്രക്ട് ചെയ്യാനോ നമുക്ക് ക്ലിയർ ആയിരിക്കും. Okay, these symbols as size information in the drawing to help the construction team understand the building procedures and diagrams. Okay, so അതിന് എക്സാമ്പിൾ ഞാൻ നമുക്ക് അറിഞ്ഞതാണ് ഡയമെൻഷൻസ് എങ്ങനെയാണ് മെൻഷൻ ചെയ്യുക. ഡയമെൻഷൻസിനെ യൂഷ്വലി ഇതാണ് ലൈൻ എന്നെങ്കിൽ ഡയമെൻഷൻസിനെ യൂഷ്വലി നമ്മൾ എങ്ങനെ മെൻഷൻ ചെയ്യും? Okay, for example 3. സോ ഇതുപോലെ ഡയമെൻഷൻ മെൻഷൻ ചെയ്യുന്നത്. സോ ഈ ഒരു പോർഷനെയാണ് ഡയമെൻഷൻ ലൈൻ എന്ന് പറയുന്നത്. സോ ദിസ് ഇസ് ദ ഡയമെൻഷൻ ലൈൻ. ഓക്കെ, അങ്ങനെയാണ് horizontal dimension line, vertical dimension line അങ്ങനെ കാണിച്ചിട്ടുണ്ട്, സം വേരിയേഷൻസ്. ഓക്കെ, ദെൻ ആംഗിൾ എങ്ങനെയാണ് മെൻഷൻ ചെയ്യേണ്ടത്, എങ്ങനെയാണ് കാണിക്കേണ്ടത്, അതിനും ഒരു ഡിഫറെൻറ്റ് വേരിയേഷൻസ് ഒക്കെ കാണിച്ചിട്ടുണ്ട്. സോ these all are comes under dimension symbols. Clear? Okay, next one, wall shell structure symbols. Okay, walls le different types of walls ഉണ്ടല്ലോ.
So these are three types of walls generally: building walls and exterior boundary walls and retaining walls. Retaining walls എന്ന് പറയുന്നത് concrete wall ആണ്. Okay, so there are three types of walls generally: building walls, exterior boundary walls and retaining walls. Okay, wall symbols denote different types of walls according through the placements and functions. Okay, so different types of walls അതിന് functions നെയും വന്നിട്ട് മെൻഷൻ ചെയ്യാനായിട്ട് അത് different types of symbols വന്നിട്ട് ഇവിടെ ഉപയോഗിക്കുന്നുണ്ട്. Okay, generally walls നെ ഇങ്ങനെ മെൻഷൻ ചെയ്യും. Then vertical wall, curved wall, curtain wall, and space, general space and L space, T space. Room 1 four sides walls cover ആയിട്ടുണ്ട്. Room 2 different size നെ വെച്ച് ഒരു എക്സാമ്പിൾസിന് വേണ്ടി അങ്ങനെ കാണിച്ചിട്ടുണ്ട്. Okay, so അതുപോലെ rectangle, column, circular, column, beam, grid origin, grid line അതുപോലെ. Okay, clear? And doors and windows. Okay, different types of doors and window symbols are followed in building drawings. It is based on the nature and functions of the doors and windows. Okay, first one is the window. Window is just like the open window 2, open window 3, grider window, casement window, bay window, double casement window. So എല്ലാത്തിനും different നൊട്ടേഷൻസിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. Then just opening, window ഉണ്ട്, door ഉണ്ട്. അപ്പോൾ ഓപ്പണിംഗ് എങ്ങനെ കാണിക്കാം? Then door, ഒരു സിംഗിൾ ഡോറിനെ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. ഡബിൾ ഹങ് ഡോറിനെ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. ഇതേ ഡബിൾ ഡോറിനെ ഇങ്ങനെ, ഡബിൾ ഡോറിന്റെ നൊട്ടേഷൻസ് നോക്കാം. ഡബിൾ ഡോറിനെ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അൺഈവൻ ഡോർ ആൻഡ് ഓപ്പോസിംഗ് ഡോർ. ഡബിൾ ഡോർ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓപ്പൺ ചെയ്യുന്ന രീതിയിലുള്ള ഓപ്പോസിംഗ് ഡോർ. Then revolving door, then folding door, sliding door, double sliding door, bypass door, bifold door, double bifold door, sliding glass door, overhead door and garden window. Okay, so ഇതുപോലെ ഡിഫറെന്റ് നൊട്ടേഷൻസ് ഉണ്ട്. അതെല്ലാം വന്നിട്ട് ഇത് മാത്രമല്ല, ഇത് വന്നിട്ട് നൊട്ടേഷൻസ് പോലെ പ്ലാനിൽ കാണിച്ചാലും അതിന്റെ ഡയമെൻഷൻസ് വന്നിട്ട് വേരി ആവും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എല്ലാ സ്ഥലത്തും ഒരേ ഈക്വൽ സൈസിൽ വന്നിട്ട് ഡോർ വിൻഡോ ഉണ്ടാവണം ആവശ്യമില്ല. അതായത് ലെങ്ത്, ബ്രെത്ത്, ഹൈറ്റ് ഒക്കെ ഉണ്ടല്ലോ, അതിന്റെ വേരിയേഷൻസ് വന്നിട്ട് അവർ വന്നിട്ട് ഡീറ്റെയിൽഡ് പ്ലാനിൽ അവർ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. ഫോർ എക്സാമ്പിൾ D1, D2 അങ്ങനെയൊക്കെ വന്നിട്ട് ഡോറിനെ മെൻഷൻ ചെയ്തിരിക്കാം. അപ്പോൾ ഒരു പ്ലാനിൽ എവിടെയൊക്കെ D1 വരുന്നു, ആ D1ന്റെ ഡയമെൻഷൻസ് എന്താണ് നമുക്ക് വന്നിട്ട് ഡീറ്റെയിൽ പ്ലാനിനെ ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ വരും. ഓക്കെ, സോ ഇതാണ് ജനറൽ സിമ്പിൾസിൽ വന്നിട്ട് നമ്മൾ കവർ ചെയ്യുന്ന ടോപ്പിക്സ്. ഓക്കെ, ഇതുവരെ എല്ലാം മനസ്സിലായല്ലോ. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ലൈൻസിനെ കുറിച്ചും ഫുൾ ആയിട്ട് കണ്ടു, സിമ്പിൾസിനെ കുറിച്ചും കണ്ടു. ഓക്കെ, സോ ഇതെല്ലാം നമ്മൾ വന്നിട്ട് ബിൽഡിംഗ് ഡ്രോയിങ്ങിൽ ഒരു പ്ലാൻ ഒരു ബിൽഡിംഗ് പ്ലാൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഓക്കെ, ഇതെല്ലാം നമ്മൾ ഇൻകോർപ്പറേറ്റ് ചെയ്താലാണ് ഒരു പ്രോപ്പർ പ്ലാൻ ആയിട്ട് നമുക്ക് കിട്ടുള്ളൂ. ഓക്കെ, അല്ലെങ്കിൽ ഒരു പ്ലാൻ ഉണ്ട് അതിനെ റീഡ് ചെയ്യണം എന്നാണെങ്കിൽ നമുക്ക് ഇതൊക്കെ അറിഞ്ഞിട്ടുണ്ടാവണം. ഓക്കെ, സോ കുറച്ച് MCQ ഫ്രെയിം ചെയ്തിട്ടുണ്ട്, അതിനെക്കുറിച്ച് ഒരു ഗോ ത്രൂ കാണാം. ഫസ്റ്റ് വൺ, the line up to which the plinth of the building adjoining a street or an extension of the street is called. Okay, ഇത് നമ്മൾ ബിൽഡിംഗ് ലൈനിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ കണ്ടതാണ്. So the line up to which the plinth of the building adjoining a street or an extension of the street is called. And the boundary line ആണോ, control line ആണോ, setback line or building line. So ഇതിൽ നമ്മൾ വെരി ഫസ്റ്റ് ടൈപ്പ് ബിൽഡിംഗ് ലൈനിൽ കണ്ട ഫസ്റ്റ് ടൈപ്പ് ആണ് the line up to which the plinth of the building adjoining the street. ഇതാണ് key point. So the plinth of the beam, the line up to which the plinth of the building adjoining a street. So this is comes under setback line. So this is the answer is setback line. Second question, the line which accounts for extra margin. Okay, extra margin in the it is boundary line, control line, setback line, a building. Extra margin എന്ന് പറയുന്നത് എന്താണ്? ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. സോ ദിസ് ഇസ് ദ റോഡ്. സോ റോഡിലിരുന്ന് നമ്മൾ കുറച്ച് സെറ്റ് ബാക്ക് കൊടുത്ത് ബിൽഡിംഗ് ലൈൻ കൊടുത്തിട്ടുണ്ട്. സോ അതും അല്ലാതെ ഒരു എക്സ്ട്രാ മാർജിനിൽ കൊടുക്കുന്ന ഒരു ലൈൻ, ഇതിന് നമ്മൾ എന്താ പറഞ്ഞിരുന്നു? ദിസ് ഇസ് ദ കൺട്രോൾ ലൈൻ. സോ കൺട്രോൾ ലൈൻ എപ്പോഴാണ് കൊടുക്കേണ്ടത്? ദിസ് ഇസ് ഫോർ കമേഴ്ഷ്യൽ ബിൽഡിംഗ്. സോ കമേഴ്ഷ്യൽ ബിൽഡിംഗ്, സോ എക്സ്ട്രാ ക്രൗഡ് വരുമ്പോൾ അതിനെ ഹാൻഡിൽ ചെയ്യാനായിട്ട് നമ്മൾ കൊടുക്കുന്നതാണ് കൺട്രോൾ ലൈൻ. ഓക്കെ, മനസ്സിലായല്ലോ. സോ ദിസ് ഈസ് ദ ബിൽഡിംഗ് ലൈൻ, ദിസ് ഈസ് കൺട്രോൾ ലൈൻ. സോ എക്സ്ട്രാ മാർജിൻ വരുന്നത് കൺട്രോൾ ലൈൻ. സോ ദ ആൻസർ ഇസ് കൺട്രോൾ ലൈൻ. So this is this line which accounts for extra margin is called control line. Next question, in urban areas the distance of control line is taken as dash times of the building line.
So urban area control line എത്ര times ഉണ്ടാവണം building line നമ്മൾ പഠിച്ചിരുന്നു. So it is 1.5 times. So ഇതിനെ നമ്മൾ എങ്ങനെയാ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? So if it is the road ഇങ്ങനെ ഉണ്ട്. So this is the center of the road. Okay, so നിങ്ങളുടെ building construction വേണ്ടി വരുവാണെങ്കിൽ, so this is building line and this should be your control line. Okay, so building line, for example, building line 4 meter. ഇങ്ങനെ വരുവാണെങ്കിൽ control line എത്രയായിരിക്കണം? 1.5 times of the building line അല്ലേ? ഇത് urban area ആണ് ചെയ്ത് വെക്കണം. So urban area 1.5 times of building line ആണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് question method ഇങ്ങനെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. So in urban area, so this is the road construction, this is the building line. The building line is 4 meter from the center of the road, and what should be the control line? So for control line 1.5 times of 4. So 1.5 times of 4 is 6 meter. So അങ്ങനെ നിങ്ങൾക്ക് question ചോദിക്കാം. Okay, and ഇതിലും നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ കാൽക്കുലേഷൻ എല്ലാം സെന്റർ ഓഫ് ദ റോഡിൽ നിന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. സോ റോഡിന്റെ സെന്ററിലിരുന്ന് ബിൽഡിംഗ് ലൈൻ ഫോർ എക്സാമ്പിൾ 4 meter ആവുകയാണെങ്കിൽ അർബൻ ഏരിയയിൽ കൺട്രോൾ ലൈൻ ഷുഡ് ബി 1.5 times of the building line, which should be 6 meter from the center of the road. Clear? So ഇങ്ങനെയും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാം എന്നാണ് പറയുന്നത്. Fourth question, Dash is providing guidelines for regulating the building construction activities. So ഇതിൽ കുറെ codes ഉണ്ട്. National Construction Code, National Building Code, National Civil Code, and all the above. So which is the correct answer? So NBC, National Building Code, is the correct answer. So National Building Code is providing guidelines for regulating the building construction activities. Clear ആണല്ലോ? Then നിങ്ങൾക്ക് so National Building Code, for recent National Building Code in the ഏതാ year എന്ന് ചോദിക്കാം. So NBC, so this is NBC, and the recent year is, so recent third revision വന്നത് 2016. So now we are following NBC 2016. Okay, note ചെയ്ത് വെച്ചോളൂ. And the symbol given below represents. So ഈ symbol ഇതിനെ represent ചെയ്യണം. Option A, folding door. Option B, double door. Option C, double casement door. And finally, double sliding door. Which is the correct answer? So ഇത് വന്നിട്ട് double door ആണ്. Normal double door. So the symbol given below represents double door. So the answer is double door. Okay. So ഇതുവരെ നമ്മൾ പഠിച്ചതെല്ലാം മനസ്സിലായല്ലോ, ഡിസ്കസ് ചെയ്തതെല്ലാം. So what are the syllabus covered so far? So ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെ പറഞ്ഞു? ബിൽഡിംഗ് ഡ്രോയിങ്ങിനെ കുറിച്ച് ഇൻട്രൊഡക്ഷൻ നമ്മൾ കണ്ടിരുന്നു. What is mean by building drawing, why it is required in the construction. Okay, so അതിന് എന്തൊക്കെ requirements ഉണ്ട്, എങ്ങനെയാണ് നമ്മളിത് ബിൽഡിംഗ് ഡ്രോയിങ്ങിനെ ഫ്രെയിം ചെയ്യുന്നത്, who is the authority and who is reading this, അതൊക്കെ വന്നിട്ട് നമ്മൾ ഇതൊരു യൂണിവേഴ്സൽ ലാംഗ്വേജ് ആണ്. അപ്പോൾ എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സ് ആവട്ടെ, ഇപ്പോൾ ബിൽഡിംഗ് പ്ലാൻ, ബിൽഡിംഗ് ഡ്രോയിങ്, ഇതൊക്കെ വന്നിട്ട് ഒരു യൂണിവേഴ്സൽ ലാംഗ്വേജ് ആണ്. ഇതിൽ വന്നിട്ട് ഒരു ആര് അതെടുത്ത് നോക്കുവാണെങ്കിൽ അവർക്ക് മനസ്സിലാവണം. ഓക്കെ, ഒരു ജാപ്പനീസ് നോക്കിയാലും മനസ്സിലാവണം, ചൈനീസ് നോക്കിയാലും മനസ്സിലാവണം. സോ അതുപോലെ ഒരു യൂണിവേഴ്സൽ ഒരു എഞ്ചിനീയറിംഗ് ലാംഗ്വേജിൽ ഒരു ബിൽഡിംഗ് ഡ്രോയിങ് നമ്മൾ ഫ്രെയിം ചെയ്യണം. സോ അതുകൊണ്ടാണ് നമ്മൾ ഈ സിമ്പിൾസ് ഒക്കെ നമ്മൾ ക്ലിയർ ആയിട്ട് വായിക്കേണ്ടത്. ഓക്കെ, സോ ബിൽഡിംഗ് ലൈൻസ് നെക്സ്റ്റ് നമ്മൾ കവർ ചെയ്തത് ബിൽഡിംഗ് ലൈൻ. സോ ബിൽഡിംഗ് ലൈൻ എന്ന് പറയുന്നത് ഒരു സെറ്റ് ബാക്ക് ലൈൻ ഫ്രം ദ റോഡ് ഓർ സ്ട്രീറ്റ്. ഓക്കെ, അത് എന്തുകൊണ്ടാണ് നമ്മൾ തരുന്നത്? ടു അവോയ്ഡ് ഒരു റോഡ് ഡിസ്റ്റർബൻസിനെ അവോയ്ഡ് ചെയ്യാനായിട്ടും, ഒരു എയർ സർക്കുലേഷൻ ഉണ്ടാവാനായിട്ടും, ഒരു ഡസ്റ്റിനെയൊക്കെ ഒഴിവാക്കാനായിട്ടും, ഫ്യൂച്ചറിൽ സ്ട്രീറ്റ് എക്സ്റ്റെൻഡ് ആവുകയാണെങ്കിൽ അത് ബിൽഡിങ്ങിനെ അഫക്ട് ചെയ്യാത്ത രീതിയിൽ ഒരു സേഫർ സൈഡ് ആക്കാനായിട്ടുമാണ് ബിൽഡിംഗ് ലൈൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ സെറ്റ് ബാക്ക് അവർ ഫ്രണ്ട് ബിൽഡിംഗ് ലൈൻ. സോ അതാണ് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ വായിച്ചത്. സോ സെറ്റ് ബാക്ക് ലൈൻ പറയുന്നത് പ്ലിന്ത് ബീം ഇസ് അഡ്ജോയിനിങ് ദ സ്ട്രീറ്റ്, ഇറ്റ് ഈസ് ദ സെറ്റ് ബാക്ക് ലൈൻ. ആൻഡ് ജനറൽ ബിൽഡിംഗ് ലൈൻ പറയുന്നത് നമ്മളിപ്പോൾ പറഞ്ഞതാണ്, ഇസ് ദ some setback area from the road. And what is meant by control line? Already നമ്മൾ കുറേ പഠിച്ചു. So control line is the extra margin given to the building line. So extra margin from the building line
ഇത് വന്നിട്ട് കമേഴ്ഷ്യൽ പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. സോ റോഡിൽ നിന്ന് കുറച്ചുകൂടെ എക്സ്റ്റെൻഡഡ് പ്രൊവിഷൻ കിട്ടും. ഈ കമേഴ്ഷ്യൽ പർപ്പസിൽ വന്നിട്ട് ഒരു സിനിമ ഹാളോ അല്ല ഒരു മോളോ അല്ല ഒരു ബിസിനസ് ഏരിയ ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ ഒരു പോപ്പുലേഷൻ കൂടുതലായിരിക്കും, അപ്പോൾ വെഹിക്കിൾ മൂവ്മെന്റ് കൂടുതലായിരിക്കും. സോ അതിനെയൊക്കെ നമ്മൾ ഓവർകം ചെയ്യാനായിട്ടാണ് കൺട്രോൾ ലൈൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. ആൻഡ് നോംസ് ഫോർ ബിൽഡിംഗ് ആൻഡ് കൺട്രോൾ ലൈൻസ്. സോ നോംസ് ഫോർ ബിൽഡിംഗ് ആൻഡ് കൺട്രോൾ ലൈൻസിൽ നമ്മളൊരു ടാബ്ലോ കോളം നോക്കിയില്ലേ. സോ നാഷണൽ ഹൈവേസ് ആയാലും സ്റ്റേറ്റ് ഹൈവേസ് ആയാലും അതിന്റെ പ്രൊവിഷൻസ് എങ്ങനെ ഉണ്ടാവണം, ബിൽഡിംഗ് ലൈൻ എത്ര മീറ്ററിൽ തരണം, കൺട്രോൾ ലൈൻ എത്ര മീറ്ററിൽ തരണം, ആൻഡ് മേജർ ഡിസ്ട്രിക്ട് റോഡ്സ്, ഓർഡിനറി റോഡ്സ് ആൻഡ് ഓർഡിനറി ഡിസ്ട്രിക്ട് റോഡ്സ് ആൻഡ് ഫൈനലി വില്ലേജ് റോഡ്സ്, അതിനെക്കുറിച്ചൊക്കെ നമ്മൾ കണ്ടിരുന്നു. ആൻഡ് വാട്ട് ആർ ദ ഇമ്പോർട്ടൻസ് ആൻഡ് അഡ്വാൻറ്റേജസ് ഓഫ് ബിൽഡിംഗ് ലൈൻ. ഇപ്പോൾ പറഞ്ഞതെല്ലാമാണ് വാട്ട് ആർ ദ ഇമ്പോർട്ടൻസ്, അതിൽ ഈ ബിൽഡിംഗ് ലൈൻ കൊടുക്കുന്നത് നെസസിറ്റി എന്താണ്, ഹൗ ഇറ്റ് ഈസ് യൂസ്ഫുൾ ടു ദ പീപ്പിൾ, അതൊക്കെ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ആൻഡ് നാഷണൽ ബിൽഡിംഗ് കോഡിനെ കുറിച്ച് നമ്മൾ അനലൈസ് ചെയ്തിരുന്നു. സോ നാഷണൽ ബിൽഡിംഗ് കോഡ് എങ്ങനെയാണ് അവർ ഫ്രെയിം എങ്ങനെയാണ് വന്നിട്ട് ഫോർമുലേറ്റ് ചെയ്തിട്ടുണ്ട്, വാട്ട് ഈസ് ദ ഹിസ്റ്ററി ബിഹൈൻഡ് ദ നാഷണൽ ബിൽഡിംഗ് കോഡ്, എങ്ങനെയാണ് ഒരു പാനൽ ഫോമായി അവർ വന്നിട്ട് ഒരു യൂണിവേഴ്സൽ കൺട്രി കോഡ് എന്ന് വേണമെന്ന് അവർ ഡിസൈഡ് ചെയ്തിട്ട് പിന്നെ നാഷണൽ ബിൽഡിംഗ് കോഡിൽ വന്നു. അതിന്റെ റിവിഷൻസ് മാറി മാറി ഇപ്പോൾ നൗ കറന്റ്ലി വി ആർ യൂസിങ് ദ തേർഡ് റിവിഷൻ ഓഫ് നാഷണൽ ബിൽഡിംഗ് കോഡ് വിച്ച് ഇസ് in the year of 2016. Okay, അതിനു മുന്നേ 2005 നാഷണൽ NBC 2005 യൂസ് ചെയ്യുമായിരുന്നു. Now they are using 2016 NBC. Okay, so throughout the country ഒരു സിംഗിൾ കോഡ് വെച്ചിട്ടാണ് ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ഇതൊക്കെ വന്നിട്ട് അവർ ഫോളോ ചെയ്യുന്നത്. ആൻഡ് ഫൈനലി ബിൽഡിംഗ് സിംബൽസ് ആൻഡ് ടൈപ്സ് ആണ് കണ്ടിരുന്നു. സോ ബിൽഡിംഗ് സിംബൽസിൽ വന്നിട്ട് വാട്ട് ആർ ദ കോർ സിംബൽസ്, നോട്ട് ഡയറക്ഷൻ എങ്ങനെയാണ് മെൻഷൻ ചെയ്യുന്നത്, ആൻഡ് ഹൗ ഡോ വിൻഡോ, ഹൗ ദേ ആർ മെൻഷനിങ്, ഹൗ ദേ ആർ മെൻഷനിങ് ഇൻ ദ പ്ലാൻ. സോ ആ പ്ലാനിന് വെച്ചിട്ട് എങ്ങനെയാണ് നമ്മൾ റീഡ് ചെയ്യേണ്ടത്, അതൊക്കെ വന്നിട്ട് ബിൽഡിംഗ് സിംബൽസ് ആൻഡ് വാട്ട് ആർ ദ ടൈപ്സ്, അതിനെ കുറിച്ചൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. സോ ഇതുവരെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് തോന്നുന്നുണ്ട്. സോ ഐ തിങ്ക് ടുഡേസ് ക്ലാസ് ഈസ് ഓൾമോസ്റ്റ് ഓവർ. സോ ഇനി ഫർദർ ക്ലാസ്സിൽ നമ്മൾ കവർ ചെയ്യുന്ന ടോപ്പിക് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ബിൽഡിംഗ് പ്ലാനിനെ കുറിച്ച് ഇനി ഡീറ്റെയിൽഡ് ആയിട്ട് കാണാൻ പോകുന്നുണ്ട്. സോ പ്ലാനിങ് ഓഫ് ബിൽഡിംഗ്, വാട്ട് ആർ ദ പ്രിൻസിപ്പൽസ് ഓഫ് പ്ലാനിങ് ഫോർ റെസിഡൻഷ്യൽ ആൻഡ് പബ്ലിക് ബിൽഡിംഗ്. സോ റെസിഡൻഷ്യൽ ബിൽഡിംഗിൽ എന്തൊക്കെ പ്രിൻസിപ്പൽസ് ഫോളോ ചെയ്യണം, വാട്ട് ആർ ദ പ്രൊവിഷൻസ് ടു ബി ഇൻകോപ്പറേറ്റഡ്, ആൻഡ് ഫോർ കമേഴ്ഷ്യൽ ബിൽഡിംഗ്സ് എങ്ങനെ ഉണ്ടാവണം, പബ്ലിക് ബിൽഡിംഗ്സ് അത് കമേഴ്ഷ്യൽ ഓ പബ്ലിക് ബിൽഡിംഗ്സ് എങ്ങനെ കൊണ്ടുവരണം, വാട്ട് ആർ ദ റൂൾസ് ടു ബി ഫോളോഡ്, എങ്ങനെയാണ് നമ്മൾ അപ്രൂവൽ ഒക്കെ കൊണ്ടുവരേണ്ടത്, അതിൽ എന്തൊക്കെ ബൈലോസ് ഉണ്ട്. സോ എങ്ങനെയാ ഒരു കൺസ്ട്രക്ഷൻ നമ്മൾ തുടങ്ങുന്ന മുമ്പ് പ്രീ റിക്വസിറ്റ്സ് ആയിട്ട് എന്തൊക്കെ നമ്മൾ നോക്കി വെക്കണം, അപ്ലിക്കേഷൻ എങ്ങനെയാ ഫ്രെയിം ചെയ്യണം, സോ ബഡ്ജറ്റ് അല്ലാതെ എക്സ്ട്രാ എന്തൊക്കെ നമുക്ക് ആവശ്യം വരും, അപ്രൂവലിനൊക്കെ എവിടെയൊക്കെ നമ്മൾ അപ്രോച്ച് ചെയ്യണം. സോ അതും വന്നിട്ട് ബേസ്ഡ് ഓൺ ഏരിയ അനുസരിച്ച് മാറും. ഇപ്പോൾ വില്ലേജ് പഞ്ചായത്ത് ആയാലും അവിടുത്തെ അപ്രൂവൽ ഡിഫറെൻ്റ് ആണ്, ഇതേ വന്നിട്ട് ടൗൺ പഞ്ചായത്തിൽ ഡിഫറെൻ്റ് ആണ്. ഓക്കെ, സിറ്റിയിൽ വരുമ്പോൾ അത് ഡിഫറെൻ്റ് ആണ്. ഓക്കെ, അതും ടൈപ്പ് ഓഫ് കൺസ്ട്രക്ഷൻ അനുസരിച്ച് മാറും. ടൈപ്പ് ഓഫ് കൺസ്ട്രക്ഷൻ പറയുമ്പോൾ ഇപ്പോൾ ഒരു മോൾ കൺസ്ട്രക്ഷൻ ആകുമ്പോൾ അത് കമേഴ്ഷ്യൽ പർപ്പസിൽ വരുമ്പോൾ അതിനുള്ള അപ്രൂവൽ കാര്യങ്ങളൊക്കെ ഡിഫറെൻ്റ് ആണ്. അവിടെ ഏരിയ എല്ലാം ഒരുവിധം അപ്രൂവ് ചെയ്യണം, ആർക്കും ഒരു ഡിസ്റ്റർബൻസസ് ഉണ്ടാവാൻ പാടില്ല. ഇത് റെസിഡൻഷ്യൽ കൺസ്ട്രക്ഷനിൽ ഒരു പേഴ്സണൽ യൂസിന് വരുന്ന ബിൽഡിങ്ങും പബ്ലിക് യൂസിന് വരുന്ന ബിൽഡിങ്ങും പിന്നെ സർവീസ് റിലേറ്റഡ് ബിൽഡിംഗ്, സ്കൂൾസ് ഹോസ്പിറ്റൽസ് ഇതൊക്കെ സർവീസ് റിലേറ്റഡ് ബിൽഡിങ്സ് ആണ്. അവിടെ വരുന്ന അപ്രൂവൽസിനും എല്ലാറ്റിലും വന്നിട്ട് അപ്രോച്ചിങ് മെത്തേഡ്സ് ഒക്കെ വന്നിട്ട് വേരി ആവും. സോ അതിനെക്കുറിച്ചൊക്കെ ഫർദർ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാം. ആൻഡ് നെക്സ്റ്റ് ഡ്രോയിങ്സിനെ കുറിച്ച് കാണാം ഫർദർ ക്ലാസ്സിൽ. ഡ്രോയിങ്സിൽ വന്നിട്ട് ടോപ്പ് വ്യൂ പ്ലാൻ, ടോപ്പ് വ്യൂ, എലിവേഷൻ ഫ്രണ്ട് വ്യൂ, സെക്ഷൻ ഡ്രോയിങ്സ്, സൈറ്റ് പ്ലാൻ, ലൊക്കേഷൻ പ്ലാൻ ആൻഡ് വർക്കിംഗ് ഡ്രോയിങ്സ്, ഇതിനെ കുറിച്ചൊക്കെ നമ്മൾ ഇന്നും ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാം. ഈ എക്സാമ്പിൾസ് വെച്ചൊക്കെ നമുക്ക് കാണുമ്പോൾ നമുക്കെല്ലാം മനസ്സിലാവും. ആൻഡ് ഫൈനലി പെർസ്പെക്റ്റീവ് ഡ്രോയിങ്സ്. സോ പെർസ്പെക്റ്റീവ് വ്യൂ ഈ എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. പെർസ്പെക്റ്റീവ് വ്യൂ പറഞ്ഞാൽ എന്താണ്, സോ അത് എങ്ങനെയാണ് നമുക്ക് യൂസ് ആവുന്നുണ്ട്. ഓക്കെ, സോ അങ്ങനെ അത് എങ്ങനെയാണ് നമ്മൾ ഡ്രോ ചെയ്യേണ്ടത്, അതിനെ കുറിച്ചൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യാം. ആൻഡ് ഫൈനലി നമുക്ക് വന്നിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിനെ കുറിച്ചും അനലൈസ് ചെയ്തിട്ട് ഈ ഒരു ടോട്ടൽ ബിൽഡിംഗ് ഡ്രോയിങ്സ് പോർഷൻസിനെ നമ്മൾ കവർ അപ്പ് ചെയ്യാം. ഓക്കെ, സോ ഇതുവരെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് തോന്നുന്നുണ്ട്. ആൻഡ് താങ്ക് യു.